ഹലോ തുടങ്ങാൻ ചുമ്മാ ഫോണും ചെയ്ത് നിക്കാണ്ട്. എന്ത് കേസ്? എടാ എടാ നീ കാര്യം പറ. എന്ത് ചേട്ടാ? ഇത് വിഷയമാണല്ല, എന്ത് സീന? ഇത് ഭയങ്കര വിഷയമാണല്ലോ, ഇത് ഭയങ്കര മോശമല്ലേ എടാ ഇത് ചോദിച്ചേട്ടാ ഒരു കേസ്. എടാ ഇത് നീ ഇത് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ചെന്ന് എന്തിനാടാ തലയിട്ടത്? സംബന്ധാണ് നിന്റെ അടുത്ത് പറയാം ഒരു കേസ്, നമ്മളെ സുഹൃത്തിന്റെ കേസ്. എന്താ നോബി? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാടാ. ചേച്ചി നമ്മളൊരു സുഹൃത്ത് ഒരു കേസിൽ പെട്ടുപോയി. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് സഹായം ചോദിക്കണം, അല്ലെ എന്തെങ്കിലും ചെയ്തു. ഞാൻ എന്ത് ചെയ്യാൻ ചേച്ചി? നമ്മളൊരു സുഹൃത്ത് തന്നെ ചേച്ചി. കേസ് എന്താണെങ്കിലും നമുക്ക് ഒപ്പിക്കാം, നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? കുഞ്ഞു കുഞ്ഞു റീസൺസ്. പെറ്റി കേസ് ഇപ്പൊ നമുക്ക് മ്യൂസിയം പോലീസ് പെറ്റി കേസ് അല്ല, പിന്നെ ഇത് വേറെ കേസ്. നിങ്ങളടുത്ത് പറയാൻ പറ്റൂല. കാര്യം പറയാ ചേട്ടാ, ചുമ്മാ പ്രോഗ്രാം തുടങ്ങണേ. ഇത് ഒരു പെണ്ണ് കേസ്. അയ്യേ, പെണ്ണോ? ഞാനല്ല, അവനാണ് കേസിൽ. നീ എന്റെ ഇടപെടല്ലേ, ഇടപെടരുത്. അല്ല, ഇടപെടാതിരിക്കാൻ പറ്റൂല. കാര്യം എന്റെ ആത്മാർത്ഥ സുഹൃത്തായി. നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് അഖിൽ കവലൂര്. അഖിൽ കവലൂരാ? ആര് പറഞ്ഞു? ചേട്ടൻ പറഞ്ഞു. എപ്പം പറഞ്ഞു? ചേട്ടൻ പറഞ്ഞു. അഖിൽ കവലൂർ ഞാൻ പറഞ്ഞ? അയ്യോ ദൈവമേ, ഞാൻ അറിയാതെ പറഞ്ഞു. പറയല്ലേ ചേച്ചി. അഖിലാണെന്ന്. അഖിൽ കവലൂരിനെ പറ്റിയല്ലോ. വീണ്ടും വിളിക്കണവൻ അഖിലെ. മോശമാണോടാ ഇതൊക്കെ? രക്ഷിക്കാനാ ചേച്ചി, അവനെ രക്ഷിക്കാൻ. അവൻ അമൃത TV വന്നിക്കണം. ഞാൻ അല്ല, എന്തായാലും അവന് എത്തിയില്ല. ഇവിടെ വിളിക്ക്. റെപ്യൂട്ടേഷൻ. നീ ഒരു കാര്യം ചെയ്യ്. എന്റെ പൊന്നു നോവിച്ചേട്ടാ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം? അല്ല, എന്തായാലും അലീന ഇവിടെ എത്തിയില്ല. അപ്പൊ നമ്മൾ വിളിച്ചിട്ടൊന്ന് സംസാരിച്ച പാവം ഒരു എന്തായാലും പൊളിഞ്ഞു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒളിച്ചേക്കാതെ കയറി വാ. പെണ്ണേത്തിൽ ചെന്ന് പെട്ടിട്ട് അവാർഡ് മേടിക്കാൻ വരുമ്പോൾ ഷൈൻ ചെയ്ത് പറഞ്ഞു. നീ തന്നെ ഇവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഇവരെല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. 2024 ജനങ്ങൾക്കെല്ലാം സാരോപദേശം കൊടുക്കണ ഹരി പത്തനാപുരം പെണ്ണേസിന് ഇവനെ കാണുമ്പോ അറിയാം വരുമോ. എന്നാലും ഞാനൊരു ഡൗട്ട് കിട്ടി, ഈ ചേച്ചി കൂടെ ഇങ്ങനെ വന്ന കേസിന്. കുറച്ചുപേരെ വന്നിട്ടുള്ളൂ, ഇനി വരാൻ കിടക്കണം. ചേച്ചിയുടെ സന്തോഷം നോക്കടാ. എന്താ നോബി ഇങ്ങനെ? അല്ല, ഈ ചെറുക്കനൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞോടായിരുന്നു ചേച്ചി. ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. നീ എന്നെ സന്തോഷിക്കല്ലേ വേണ്ടത്? ഭാഗ്യോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്റെ വീട് ചോദിച്ചു വരുന്നവരെ ഹരിപത്തനാപുരത്തിന്റെ വീടെന്ന് ചോദിക്കുമ്പം മറ്റേ പെണ്ണ് കേസിൽ ഉള്ള ഹരിപത്തനാപുരം അങ്ങനെ ചോദിക്കുന്നേ. നിങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ ആര്? എന്റെ കൂട്ടുകാരല്ല. വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചോട്ടെ, കാറിന്റെ ബാക്കിൽ പെണ്ണ് കേസ് കരിയത്. പെണ്ണ് കേസ് ഇപ്പൊ ഇത്രയും പെണ്ണേസിന്റെ കാര്യം പറയുമ്പോ ഇതെന്താന്നുള്ളത് പ്രേക്ഷകർക്ക് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ അറിഞ്ഞൂടാത്ത പോലെ. കാരണം ഈ പറഞ്ഞ പെണ്ണേസിന് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അത് ട്രെയിലർ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കാണണല്ലോ. അഭിമാനത്തോടു കൂടി പറയാം, ഞാനുണ്ട്. ആദ്യമായിട്ട് എന്റെ സ്വന്തം കൂട്ടുകാരന്റെ പെണ്ണേസിലെ ക്ലിപ്പ് കാണാൻ പോകും. എന്നാ നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കണ്ടാലോ? ഇതാണ് എന്റെ പെണ്ണ് കേസ്. നിഖില എവിടെ? ഷൂട്ടിലാണ് ചേച്ചി, വരാൻ പറ്റില്ല. വരണമെന്ന് വിചാരിച്ചായിരുന്നു. ഈ പടത്തിൽ ആദ്യം എന്നെ വിളിക്കുമ്പം ഡയറക്ടർ ഫെബിൻ വിളിച്ചിട്ട് പറഞ്ഞ് പുതിയ പടം നിഖിലയാണ് ഹീറോയിൻ, നിഖിലയുടെ ഭർത്താവായിട്ട് ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. തള്ളി നിഖില ഹീറോയിനാകുമ്പം ഹീറോ സൂപ്പർ ക്യാരക്ടർ ആയിരിക്കുന്നത്. അങ്ങനെ കഥ പോലും ചോദിക്കാതെ ചെന്ന് ലൊക്കേഷൻ വന്നപ്പോ 8 ഭർത്താക്കന്മാര്. ആരടുത്ത് ചോദിച്ചാലും അണ്ണന്റെ ക്യാരക്ടർ തന്നെ നിഖിലയുടെ ഭർത്താവ്. അങ്ങനെ പേരും പിഷാരടി, അജു എല്ലാരും നിഖിലയുടെ ഭർത്താവ്. അപ്പൊ എനിക്ക് മനസ്സിലായി സകലமான പേരും ഭർത്താക്കന്മാർ. അങ്ങനത്തെ സ്റ്റോറിയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഹരിചേട്ടനോട് ചോദിക്കട്ടെ, കാരണം ഹരിചേട്ടൻ ഇങ്ങനത്തെ ഒരു സിനിമ ഏറ്റെടുക്കുക, അതും ഈ പേര്. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാലേ, ഒന്ന് ഈ ഭക്തിയോടുകൂടി ആളുകൾ വന്നിക്ക് ഇരുന്നിട്ട് പോകുന്നതിന് ചോദിക്കും, ആ സിനിമയിൽ എന്തോ അഭിനയിച്ചെന്ന് കേട്ടില്ല, ഏതാ എങ്ങനെ പേര് പറഞ്ഞു കൊടുക്കണ്ട. ഇത് ഞാൻ പെട്ടത് തെറ്റിദ്ധരിക്കരുത്. പെണ്ണ് കേസ് പക്ഷെ നല്ല പടവാ, അങ്ങനെ പറയേണ്ടി. ഇവരൊക്കെ ഭർത്താക്കന്മാരാണ്, അവരങ്ങനെ വിലസി നടക്കുന്നു. അപ്പൊ ഇവരുടെ പിന്നാലെ നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പോലീസ് ക്യാരക്ടറാണ്, ഒരു പോലീസ് ക്യാരക്ടറാണ്. കാരണം ഇവരൊക്കെ രക്ഷപ്പെടുത്തണമല്ലോ നമുക്കല്ലേ. ശരി, ഇതൊരു റിയലിസ്റ്റിക് സാധനമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും വാർത്തകളിലൂടെ അറിഞ്ഞിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം രസമാണ്, പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാം. ചേച്ചി ഹരിയണ്ടോടെ ചോദിച്ചല്ലോ ഇന്നും അഭിനയിച്ചിട്ടുണ്ടെന്ന്. സണ്ണി ലിയോണ്ടോടെ അഭിനയിച്ചിട്ടിരിക്കുകയാണ്. സലീം കുമാർ മറ്റേ സിനിമയിൽ കൈ നോക്കൂല, അതേപോലെ സണ്ണി ലിയോന്റെ കൈ നോക്കി.